ഇടതുപക്ഷത്തിന്റെ പരാജയത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ ഒരു കുറ്റസമ്മത മൊഴി കണ്ടായിരുന്നോ? എന്താണ് അതിനെക്കുറിച്ച് ആഗ്രയ്ക്ക് പറയാനുള്ളത്? ബ്രിട്ടാസിന്റെ വീഡിയോയെ കുറ്റസമ്മത മൊഴിയായിട്ടല്ല, ന്യായീകരണ മൊഴിയായാണ് ശരിക്കും വിലയിരുത്തേണ്ടത്. തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് ജോൺ ബ്രിട്ടാസും ഒരു കാരണമായിട്ടുണ്ട് എന്നത് തന്നെയാണ് എന്റെ ആദ്യത്തെ ടേക്ക്. ആര് പറഞ്ഞിട്ടായാലും അല്ലെങ്കിലും മോദി സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബ്രിട്ടാസിന്റെ റോളും ഈ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പിട്ടതും ഇടതുപക്ഷത്തിന്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിനേറ്റ ആദ്യ പ്രഹരം തന്നെയാണ്. CPI ഉടക്കിയപ്പോൾ പിന്നീട് സർക്കാർ ഈ ഒരു പദ്ധതിയിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും അതുകൊണ്ടൊന്നും തന്നെ നഷ്ടപ്പെട്ട ഒരു പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. നമ്മള് ഒരാളെ അടിച്ചിട്ട് പിന്നെ മാപ്പ് പറഞ്ഞതുകൊണ്ട് കൊണ്ടാടിയുടെ വേദന മാറില്ലല്ലോ ഡോണെ. അതുപോലെയുള്ള ഒരു എഫക്റ്റ് ആണ് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറിയിട്ടും ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പ്രകടമായിരുന്നത്. CPM നേതൃത്വം നൽകുന്ന സർക്കാരിൽ നിന്നും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടി സംഭവിച്ചത് കൊണ്ടാണ് സർക്കാർ തിരുത്തിയിട്ടും ന്യൂനപക്ഷങ്ങൾ ഇത് ഇപ്പോഴും മറക്കാതിരിക്കുന്നത്. ഈ കേന്ദ്ര ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ PM ശ്രീ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പിട്ടത്. അതിനെ അങ്ങനെ കുറ്റം പറയാൻ സാധിക്കുമോ? ഈ പണം കിട്ടുമെങ്കിൽ തിരുത്താനുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എന്ന് പറയാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും എന്തായാലും മതിയാവില്ല. ഈ തമിഴ്നാട് സർക്കാർ പോലും ഒപ്പിടാത്ത പദ്ധതിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാട് തള്ളി പിണറായി സർക്കാർ എന്തായാലും ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും പരസ്യമായി ഏറ്റെടുത്ത നിലപാടുകളും ബ്രിട്ടാസിന്റെ ഇടപെടലും ഒന്നും അത്ര നിഷ്കളങ്കമായി എന്തായാലും എനിക്ക് കാണാൻ സാധിക്കില്ല. ഈ പാർട്ടിക്കൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നിരുന്നവർ എതിർ പാർട്ടി സ്ഥാനാർത്ഥികളായി വന്നത് ഉൾപ്പെടെ പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് ആഗ്രയ്ക്ക് പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ ബ്രിട്ടാസിന്റെ കൈരളി ചാനലിലെ പ്രവർത്തനവും അതേപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള നിയമനവും കൂടി പരിശോധിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. അർഹതയ്ക്കുള്ള ഒരു അംഗീകാരമായല്ല ജോൺ ബ്രിട്ടാസിന് MP സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എന്നത് പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ബ്രിട്ടാസിനേക്കാളുള്ള സീനിയോറിറ്റിയും പാരമ്പര്യവും അതേപോലെ തന്നെ കഴിവുള്ള അനവധി പേര് CPM-ൽ ഉണ്ടായിട്ടും ബ്രിട്ടാസിന് തന്നെ നറുക്ക് വീണത് പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിന്റെ താല്പര്യത്തിൽ തന്നെയാണ്. അത് പിന്നെ പാർട്ടി തീരുമാനമായി അംഗീകരിക്കപ്പെട്ടു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. തനിക്ക് താല്പര്യമുള്ളവരെ പാർട്ടിയിലാണെങ്കിലും സർക്കാരിലാണെങ്കിലും മറ്റേത് പദവിയിലേക്കാണെങ്കിലും പ്രൊമോട്ട് ചെയ്യുക എന്നത് പിണറായിയുടെ ഒരു രീതി തന്നെയാണ്. ഇതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയായി കാണാൻ കഴിയില്ല. കൈരളി ചാനൽ ഉണ്ടായത് മുതൽ അതിന്റെ MD ആണ് ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ്. രാജ്യസഭയുടെ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലും ഇതുവരെ അദ്ദേഹം ഈ ഒരു MD സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇതൊരു ഇരട്ട പദവിയായേ എനിക്ക് എന്തായാലും കാണാൻ സാധിക്കുള്ളൂ. മിടുക്കരായ എത്രയോ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഇന്നും ഇടതുപക്ഷത്തിനുണ്ട്. അവരെ ആരെങ്കിലും പിടിച്ച് കൈരളിയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ആ ചാനല് നല്ല നിലയിൽ മുന്നോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ സംഘപരിവാറിന്റെ ചാനലായിട്ടുള്ള ജനൻ ചാനലിന് പിന്നിൽ നിൽക്കേണ്ട ഗതികേടിലാണ് ശരിക്കും ഈ കൈരളി ഉള്ളത്. ഈ CPM പ്രവർത്തകരും അനുഭാവികളും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൈരളി പോകില്ലായിരുന്നു. എന്തായാലും ഡോൺ എന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ഒരു ഉപയോഗം ഈ കൈരളി ചാനലിനെ കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടോ? ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഈ കൈരളി സ്ഥാപിക്കാനായിട്ട് CPM പ്രവർത്തകര് തെരുവിലിറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങള് മേധാവിത്വം പുലർത്തുന്ന നമ്മുടെ മാധ്യമ മേഖലയിൽ ഒരു ചെറിയ ചലനം സൃഷ്ടിക്കാൻ പോലും കൈരളി ചാനൽ സാധിക്കാതിരുന്നത് MD എന്ന നിലയിലുള്ള ജോൺ ബ്രിട്ടാസിന്റെ കഴിവുകേട് കൊണ്ട് മാത്രമാണെന്ന് എന്തായാലും പറയേണ്ടി വരും. ഇടയ്ക്ക് ഒരു തവണ കൈരളി ചാനൽ വിട്ട് ഏഷ്യാനെറ്റിൽ പോയ ജോൺ ബ്രിട്ടാസിനെ അധികം താമസിയാതെ തിരികെ എത്തിച്ചതും ഇതേ പിണറായി തന്നെയാണ്. ഇങ്ങനെ വഴിവിട്ട പരിഗണന കൊടുത്ത് ജോൺ ബ്രിട്ടാസിനെ പിണറായി ഒപ്പം നിർത്തിയതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് രാജ്യസഭയിലെ പുതിയ അംഗത്വം. പാർട്ടി സഖാക്കളുടെയും നേതാക്കളുടെയും താല്പര്യം മുഖവിലേക്കെടുക്കാതെ ഇങ്ങനെ ഒരുപാട് പേര് പിണറായിയുടെ മാത്രം താല്പര്യത്തിൽ നിരവധി സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന P ശശി. ഈ CPM-ല് ഒരുപാട് ശശിമാരുള്ളതിനാല് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതെ, അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ മുതല്. ഈ P ജയരാജനെ പോലുള്ള ജനകീയരായ CPM നേതാക്കള് സംസ്ഥാന കമ്മിറ്റിയിൽ എതിർത്തിട്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് P ശശിയെ നിയമിച്ചതും പിണറായി വിജയന്റെ ഒറ്റ താല്പര്യത്തിലാണ്. ഈ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ P ശശിയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തതും സകല കീഴ്വഴക്കങ്ങളും ലംഘിച്ച് ശരവേഗത്തിൽ തന്നെയായിരുന്നു. ഈ CPM-ൽ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ അടിമ രൂപത്തില് പിണറായിക്ക് മുന്നിൽ മറ്റു നേതാക്കൾ നിന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യേണ്ട സമയത്ത് പിണറായിയെ തന്നെ ചോദ്യം ചെയ്യാനും തിരുത്താനും ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങളിൽ പാർട്ടി നേതാക്കൾ തയ്യാറായിരുന്നുവെങ്കിൽ ഏകപക്ഷീയമായി പിണറായിക്ക് ഒരിക്കലും ഇങ്ങനെ നീങ്ങാൻ പറ്റില്ലായിരുന്നു.
അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് നേരിട്ട തിരിച്ചടി എന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഈ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ഇപ്പോൾ CPM എടുത്ത ഒരു തീരുമാനമില്ലേ, അതായത് ഈ കീഴ്ഘടകം മുതൽ മുകൾ തട്ട് വരെ എത്ര സമയമെടുത്തും സഖാക്കൾക്ക് മനസ്സ് തുറന്ന് വിമർശിക്കാമെന്ന തീരുമാനം. ഈ ഒരു തീരുമാനം നേരത്തെ CPM എടുത്തിരുന്നുവെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിലൂടെ നേതൃത്വത്തെ അണികൾക്ക് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ചോദ്യം ചോദിക്കുന്നവരെ ഇഷ്ടപ്പെടാത്ത നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്തായാലും ഒരു ഭൂഷണമല്ല. ഈ തിരഞ്ഞെടുപ്പ് LDFന് കനത്ത തിരിച്ചടിയാണ് നൽകിയതെന്നും അത് സമ്മതിച്ചേ മതിയാകൂ എന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. അതിപ്പോ ബ്രിട്ടാസ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും തിരിച്ചടി തന്നെയാണ് ഡോണെ. അത് സംഭവിച്ചും കഴിഞ്ഞു. അതിന്റെ എഫക്ട് തന്നെയാണ് CPM നേതൃയോഗങ്ങളിലും ഇനി എന്തായാലും സംഭവിക്കാൻ പോകുന്നത്. ഇടതുപക്ഷത്തിനേറ്റ ഈ ഒരു തിരിച്ചടിയിൽ ആവശ്യമായ പരിശോധനകളും ആത്മപരിശോധനകളും ഉണ്ടാകണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറയുന്ന ജോൺ ബ്രിട്ടാസ് സമസ്ത ഘടകങ്ങളിലും പാർട്ടിയിലും അത് നടക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഈ പരിശോധന കൈരളിയിൽ നടക്കണമെന്ന് കൂടി പറയണമായിരുന്നു. ഈ CPM ഘടകം കൈരളിക്ക് അകത്തും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. കൈരളിയുടെ പാർട്ടി ചുമതലയുള്ള ഉന്നത നേതാവിനും ഇക്കാര്യത്തിൽ എന്തായാലും ഉത്തരവാദിത്തമുണ്ട്. ഈ ബ്രിട്ടാസ് പറയുന്ന മറ്റൊരു കാരണം ന്യൂനപക്ഷ ഏകീകരണവും ധ്രുവീകരണവും UDFന് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയെന്നാണ്. ഇതേപ്പറ്റി എന്താണ് ആഗ്രയുടെ ഒരു അഭിപ്രായം? ന്യൂനപക്ഷത്തോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല അവർ ഇടതുപക്ഷത്തെ കൈവിട്ടതെന്നും ചില പ്രതീതികൾ ചിലപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പറയുന്ന ബ്രിട്ടാസ് മലർന്നു കിടന്ന് തുപ്പുകയാണ് ശരിക്കും ഈ ഒരു പ്രതികരണത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ ഒരു PM ശ്രീ പദ്ധതി തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. RSS അജണ്ട പ്രകാരം സൃഷ്ടിക്കപ്പെട്ടതായി ഇടതുപക്ഷം തന്നെ പറയുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതിനായുള്ള കരാറിൽ ഒപ്പിടാൻ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് MP ആണ് എന്ന് പറഞ്ഞത് BJPയുടെ ഒരു നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രി തന്നെയാണ്. ഈ കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് സംബന്ധിച്ച കാര്യത്തിനാണ് താൻ മന്ത്രിയെ കണ്ടതെന്ന ബ്രിട്ടാസിന്റെ വിശദീകരണമൊന്നും ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ പോലും വില പോയിട്ടില്ല. പിന്നെയല്ലേ ന്യൂനപക്ഷങ്ങളുടെ കാര്യം. ചില പ്രതീതികളല്ല, നിങ്ങളുടെയൊക്കെ യഥാർത്ഥ മുഖമാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അന്ന് തുറന്നു കാട്ടപ്പെട്ടിരുന്നത്. അതാണ് ഇനിയെങ്കിലും സ്വയം വിമർശനപരമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തെ കൈവിടുവാൻ മറ്റൊരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വിദ്വേഷ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹവാസം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ കയറ്റി വെള്ളാപ്പള്ളിയെ പിണറായി കൊണ്ടുപോകുമ്പോൾ ഏറെ വേദനിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെ ഇക്കാലം അത്രയും പിന്തുണച്ച ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചെയ്യാൻ പാടില്ലാത്ത ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയെ തിരുത്താനായിട്ട് CPMന്റെ കേന്ദ്ര നേതൃത്വം പോലും തയ്യാറായില്ല എന്നതും ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാകേണ്ട കാര്യം തന്നെയാണ്. ഈ ബ്രാഞ്ച് തലത്തിലുള്ള ഒരു സഖാവ് ചെറിയൊരു പിഴവ് വരുത്തിയാൽ പോലും അയാളെ പിടിച്ച് പാർട്ടിക്ക് പുറത്താക്കുന്ന പാർട്ടിയാണ് CPM. അങ്ങനെ അച്ചടക്കത്തിന്റെ വാളെടുക്കുന്ന CPM നേതൃത്വത്തിന് PM ശ്രീ വിഷയത്തിലും വെള്ളാപ്പള്ളി വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം ചോദിക്കാൻ പോലും കഴിയാതിരുന്നത് വലിയ വീഴ്ച തന്നെയാണ്. പാർട്ടിക്ക് കീഴ്പ്പെട്ടാണ് CPMന്റെ മന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ മറ്റു ജനപ്രതിനിധികളും പ്രവർത്തിക്കാറുള്ളത്. എന്നാലും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഈ പറയുന്ന ജോൺ ബ്രിട്ടാസും എല്ലാം പ്രവർത്തിച്ചത് അങ്ങനെയാണോ എന്നത് സംബന്ധിച്ച് ഈ CPMന്റെ ഉന്നത നേതൃത്വങ്ങൾ പരിശോധിക്കാതിരുന്നത് വലിയ വീഴ്ചയും സംഘടനാപരമായ പിഴവാണ് എന്നതും എന്തായാലും പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ദേശീയ തലത്തിൽ BJPക്കുള്ള ഒരു ബദൽ എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള ഒരു വിഭാഗത്തിന്റെ പ്രതീക്ഷയും തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുണ്ട് എന്നൊരു വാദവും ഈ ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. തികച്ചും അസംബന്ധമായ ഒരു നിലപാടാണ് എന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. BJPയെ തടയണമെങ്കിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം എന്നൊരു രാഷ്ട്രീയ ചിന്ത വരാൻ ഇപ്പോൾ നടന്നത് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരു പതിവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തിന് ഇല്ല എന്നതും ജോൺ ബ്രിട്ടാസ് ഓർക്കണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് കേരളത്തിലെ വോട്ടർമാർ അത്തരത്തിൽ ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് ഇത്തരം ന്യായങ്ങളൊക്കെ പറഞ്ഞു പിടിച്ചു നിൽക്കാമെന്ന് കരുതരുത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പൗരത്വ വിഷയത്തിലും പലസ്തീൻ വിഷയത്തിലും ഇടതുപക്ഷം മുൻപന്തിയിൽ നിന്നിട്ടും ന്യൂനപക്ഷം UDFനെ പിന്തുണയ്ക്കാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എന്നതും ബ്രിട്ടാസ് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഗാന്ധി കുടുംബത്തിനും കോൺഗ്രസിനും കേരളം നൽകിയ ഒരു പിന്തുണയുടെ തുടർച്ചയാണ് പലരും ഇപ്പോഴത്തെ UDF വിജയത്തെ കാണുന്നതെന്നുകൂടി ബ്രിട്ടാസ് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ആഗ്ര കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ വല്ലാത്ത തൊലിക്കെട്ടി തന്നെ എന്തായാലും വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് ഗാന്ധിയാണ് വയനാട്ടിൽ നിന്ന് മത്സരിച്ചത് എന്നതിനുള്ള മറുപടി കൂടി ബ്രിട്ടാസ് എന്തായാലും പറയണം. ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ചു പറയരുത്. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളുള്ള നാടാണ് കേരളം. ഇവിടെ ഇത്തരം വാദങ്ങൾ ഒന്നും തന്നെ എന്തായാലും വേവാൻ പോകുന്നില്ല. ഇതൊക്കെയാണ് വാദങ്ങളെങ്കിലും 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നതാണ് കേരളത്തിന്റെ രീതി എന്ന് പറയുന്ന ബ്രിട്ടാസ് ഇടതുപക്ഷത്തിന് ചില അഹങ്കാരപരമായ സമീപനങ്ങളും ജനങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് എന്നെങ്കിലും പറയാൻ തയ്യാറായത് എന്തായാലും തീർച്ചയായിട്ടും സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്.
വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ വന്ന കുറവും നേതാക്കളുടെ ചില പ്രസ്താവനകളും ജനങ്ങളെ അകറ്റിയെന്ന വിലയിരുത്തൽ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ തനിക്ക് അത്തരമൊരു അഭിപ്രായം ഉണ്ട് എന്ന് ധൈര്യമായി തുറന്നു പറയാൻ ബ്രിട്ടാസ് തയ്യാറാവുകയാണ് ശരിക്കും വേണ്ടിയിരുന്നത്. മറുപടി ഇനി അദ്ദേഹം പാർട്ടി ഘടകത്തിൽ പറയാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒറ്റതിരിഞ്ഞ മറ്റൊരു അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന ചോദ്യം സ്വാഭാവികമായിട്ട് തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ പറയുന്ന ഹുങ്കും അഹങ്കാരവും ഒന്നും ചർച്ചയാകാത്ത തമിഴ്നാട്ടിലും ബംഗാളിലും മമതയും സ്റ്റാലിനും പരാജയപ്പെട്ടല്ലോ എന്ന ബ്രിട്ടാസിന്റെ ചോദ്യത്തെ കുറിച്ച് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഈ കണ്ണടച്ചിരിട്ടാക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണത്. ഈ തമിഴ്നാട്ടിലെയും ബംഗാളിലെയും രാഷ്ട്രീയമാണോ കേരളത്തിലേത്? അത് കൊച്ചുകുട്ടികൾക്ക് പോലും ഇവിടെ മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. ഈ കേരളത്തിൽ ഇടതുപക്ഷം തോറ്റത് ഭരണം മോശമായതുകൊണ്ടോ അഴിമതി നടത്തിയതുകൊണ്ടോ അല്ല. ഈ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിൽ നിന്ന് പോലും വ്യതിചരിച്ചും സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചും ചില CPM നേതാക്കളും മുഖ്യമന്ത്രിയും മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു തോൽവി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷമോ ക്രൈസ്തവ ന്യൂനപക്ഷമോ മാത്രമല്ല, ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകളിൽ പോലും വലിയ വിള്ളലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരോടുമുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പം ഹൈന്ദവ വിഭാഗങ്ങൾക്ക് പോലും രസിച്ചിട്ടില്ല എന്നത് ഈ കണക്കുകളിൽ നിന്ന് തന്നെ എന്തായാലും വ്യക്തമാണ്. സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തോട് CPM അടുക്കുന്നു എന്നൊരു തോന്നല് ചുമ്മാ ഉണ്ടായാൽ പോലും അതൊരിക്കലും ഇടതുപക്ഷ കേരളം പൊറുക്കില്ല. 1,00,000-ഓളം വോട്ടിന് ജയിച്ച ധർമ്മടം മണ്ഡലത്തിൽ നിന്നും താരതമ്യേന തോൽവിക്ക് സമാനമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിനാണ് പിണറായി വിജയൻ വിജയിച്ചത് എന്നതും ജോൺ ബ്രിട്ടാസ് ഓർക്കുന്നത് നല്ലതാണ്. തോൽവിയെ ന്യായീകരിക്കാൻ ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ നിരത്തുന്ന ബ്രിട്ടാസിന്റെ വാക്കുകൾ യഥാർത്ഥ CPM സഖാക്കൾ പുച്ഛത്തോടെ തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഞാൻ എന്തായാലും വിലയിരുത്തുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ തോൽവിയിൽ തെറ്റുതിരുത്തൽ നടപടികൾ മുഖം നോക്കാതെ CPM സ്വീകരിക്കുകയും നേതൃതലത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് സാധിക്കും. കേരളത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റുകൾ ഇല്ലാതാകാൻ എതിരാളികൾ പോലും എന്തായാലും ആഗ്രഹിക്കില്ല. അങ്ങനെ എളുപ്പത്തിൽ ആർക്കും പറിച്ചെറിയാൻ പറ്റുന്ന ഒരു പാർട്ടിയും അല്ല CPM. തെറ്റുതിരുത്തി കരുത്തോടെ CPM അധികാരത്തിൽ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഞാനും എന്തായാലും ആഗ്രഹിക്കുന്നത്.